ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഒരു ചെടിയിൽ പോലും ഒരു പൂ പോലും വച്ചേക്കാത്ത എൻ്റെ കുട്ടിക്കാലം. രാവിലെ തന്നെ എന്താ ലെവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ശേഷം മാടമ്പള്ളിയിലെ മരമൊക്കെ ഞാൻ കാണുന്നത് ആദ്യമായിട്ട് ലെവന്മാരിലാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഈ മുളക് കണ്ണിൽപ്പെട്ടു. അപ്പം തന്നെ എന്നിലെ മനോരോഗിയും എണീറ്റു. ആരെവിടെ പറിക്കവനെന്നും പറഞ്ഞ് അപ്പം തന്നെ ഞാൻ പറിച്ചെടുത്ത് വീട്ടിലുണ്ടായിരുന്ന കറി കൊണ്ടങ്ങ് ഇട്ടു. അല്പനേരം അവൻ്റെ ഭംഗി നോക്കിക്കൊണ്ടിരുന്ന ഞാൻ ഒന്നും നോക്കാതെ ഒരു സ്പൂൺ എടുത്ത് അങ്ങ് ഇളക്കാൻ തുടങ്ങി. ഒരല്പം വെള്ളവും കൂടെ വീത്തി അവനെ പിടിച്ചങ്ങ് അടച്ചിട്ടു. നിലവിൽ വീട്ടിലൊരു കഞ്ഞി അഡിക്റ്റ് ഉള്ളത് കൊണ്ട് രാവിലെ തന്നെ കഞ്ഞി പരിപാടി അങ്ങ് തുടങ്ങി. അപ്പോഴത്തേക്കും കഞ്ഞി അഡിക്റ്റ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ കയ്യിൽ കിട്ടിയ തുണിയും പറക്കി കെട്ടി തോട്ടിലോട്ടൊരു ഓട്ടവും ഓടി. ഇനി വീട്ടിൽ എത്ര വെള്ളം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് തോട്ടിൽ നിന്ന് തുണി കഴുകാണ്ടൊരു സുഖം വരില്ല കേട്ടോ. ഇവിടത്തുകാർക്കൊക്കെ അത് അങ്ങനെയാണ് കേട്ടോ. ഒരല്പം സോപ്പ് ഇതായി കാണുന്ന വെള്ളം പരിപാടി കംപ്ലീറ്റ് തീരും. 56 ബക്കറ്റ് വെള്ളമൊന്നും കഴിവേണ്ട ഒരാവശ്യവും വരത്തില്ല. കഴിവൽ കഴിഞ്ഞു ഇനി ഉണക്കലെന്നും പറഞ്ഞ് ഞാൻ ടെറസിലോട്ട് അങ്ങ് ഓടി. പിന്നെ തുണി കഴുകി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പാള കിട്ടി. എന്ത് കുന്തം ചേട്ടെന്നും പറഞ്ഞിരുന്നപ്പോഴേ ഒരു തൊപ്പി ഉണ്ടാക്കാനുള്ള ഐഡിയ വന്നു. അമ്മയ്ക്ക് വെട്ടായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതോ എന്നും പറഞ്ഞ് അവൾ എന്നെ ഒരു നോട്ടം അങ്ങ് നോക്കി.